ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ബട്ടർ ഇട്ട് വയ്ക്കാൻ പറ്റിയ ഒരു കണ്ടെയ്നറാണ്. ഇതുപോലെ ബ്ലൂ കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നോബിൽ ഇതുപോലെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. 310 റുപ്പീസാണ് പ്രൈസ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് പുതുതായിട്ട് മീഷോയിൽ വന്നിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇതുവരെ സെർച്ച് ചെയ്തിട്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് സെറാമിക് അല്ല കേട്ടോ, മെറ്റലിലാണ് വന്നിട്ടുള്ളത്. നല്ല രസമുള്ള ക്യൂട്ടായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇതിൻ്റെ വൈറ്റ് കളറിലുള്ളത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ സെറാമിക്കൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്, പക്ഷേ അതിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല റീസണബിൾ പ്രൈസിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു നോക്കിയതാണ്. ഇനി നമുക്ക് അടുത്തൊരു പ്രൊഡക്റ്റ് നോക്കാം കേട്ടോ. ഇതുപോലെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ബോക്സിനകത്ത് വേറെ ബോക്സിലായിട്ടാണ് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നത്. ഇതൊരു ഗ്ലാസ് ടംബ്ലറാണ്. ഇതുപോലെ വെർട്ടിക്കൽ സ്ട്രൈപ്സാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കോഫി, ടീ, ഷേക്സും കോക്ടെയിൽസും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഗ്ലാസ്സാണ്. കൂടെ ഗ്ലാസിൻ്റെ ഒരു സ്ട്രോ കൂടെ വരുന്നുണ്ട്. ഈ വെർട്ടിക്കൽ സ്ട്രൈപ്സ് ഉള്ള ഗ്ലാസ്സൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ ഉള്ള പ്രൊഡക്റ്റാണ്. 239 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. കൂടെ തന്നെ ലിഡും വരുന്നുണ്ട്. ലിഡും ഗ്ലാസ്സിലാണ് കേട്ടോ വരുന്നത്. അത് പ്ലാസ്റ്റിക് അല്ല, ഗ്ലാസ്സാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ലിഡിനും. പിന്നെ ലിഡിൽ ഇതുപോലൊരു ഹോൾ കൊടുത്തിട്ടുണ്ട് സ്ട്രോ ഇടാനായിട്ട്. പിന്നെ ഇത് 380 ml ആണ് കപ്പാസിറ്റി വന്നിട്ടുള്ളത്. അപ്പോൾ എസ്തെറ്റിക് ആയിട്ട് കാപ്പിയൊക്കെ കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു പ്രൊഡക്റ്റാണ്. പിന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് നോക്കാം കേട്ടോ. ഇതിനകത്ത് 2 ഐറ്റംസാണ് വന്നിട്ടുള്ളത്. രണ്ടും ഒരേ സെല്ലറിൻ്റെ ആയതുകൊണ്ടാണ് രണ്ടും ഒരേ പാക്കേജിൽ തന്നെ വന്നത്. രണ്ടും വുഡിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു വുഡൻ സെർവിങ് ബൗളാണ്. അക്കേഷ്യ വുഡിലാണിത് വന്നിട്ടുള്ളത്. നമുക്ക് ഫ്രൂട്ട്സും സാലഡൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസിലാണ് കേട്ടുള്ളത്. അല്ലാതെ ജസ്റ്റ് നമുക്ക് ഫ്രൂട്ട്സ് വെക്കാനായിട്ടും ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് വന്നിട്ടുള്ളത്. 313 റുപ്പീസാണ് കേട്ടോ പ്രൈസ് വരുന്നത്. നല്ല ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു പ്രൈസിന് നല്ല വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഒന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, പക്ഷേ അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. പിന്നെ ഡെക്കർ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ബോക്സിൽ തന്നെ അടുത്തത് വന്നിട്ടുള്ളത് ഒരു വുഡൻ സെർവിങ് ട്രേ ആണ് കേട്ടോ. ഇതുപോലെ നല്ല രീതിയിൽ റാപ്പ് ചെയ്തിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇതുപോലെ ഡിവൈഡേഴ്സ് വരുന്നുണ്ട് കേട്ടോ. 2 കമ്പാർട്ട്മെൻറ്റ് പോലെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഫുഡ് പ്ലാറ്ററായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. പാർട്ടീസിനൊക്കെ നമുക്ക് വെജിറ്റബിൾസും കുക്കീസും സ്നാക്സും ഒക്കെ സെർവ് ചെയ്യാനായിട്ട് പറ്റും. 183 റുപ്പീസ് പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ. ഒട്ടും റിവ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അടിപൊളി പ്രൊഡക്റ്റാണ്. ഈ ഒരു പ്രൈസിന് ഭയങ്കര വേർത്താണ് കേട്ടോ. ഏത് വുഡാന്നുള്ളതൊന്നും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് നട്ട്സൊക്കെ ഈ 2 കമ്പാർട്ട്മെൻറ്റിലായിട്ട് സെർവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതേ അടുത്തൊരു അടിപൊളി പ്രൊഡക്റ്റ് നോക്കാം കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത്. പോർട്ടബിൾ മിനി ഹീറ്റ് സീലിംഗ് മെഷീനാണ് കേട്ടോ. നമ്മളിപ്പോൾ സ്നാക്സ് വാങ്ങിച്ചാലും പൾസസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൽ നമുക്ക് കവറിൽ തന്നെ നമുക്ക് സീൽ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇതുപോലെ ചാർജിങ് കേബിൾ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇതിൽ ടോട്ടൽ 3 ബട്ടൺസാണ് ഉള്ളത്. ആദ്യം നമുക്ക് പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു ബ്ലൂ ലൈറ്റ് സൈഡിലായിട്ട് കത്തും. പിന്നെ ചാർജിങ് കേബിളും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതൊരു മാഗ്നറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ മാഗ്നറ്റായിട്ട് വെക്കാം. അപ്പോൾ ഇങ്ങനെ വെക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഹാൻഡി ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് എടുക്കാനും വെക്കാനൊക്കെ എളുപ്പമായിരിക്കും. എന്തായാലും നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൽ ഒരു സ്വിച്ച് വരുന്നത് സീൽ ചെയ്യാനും ഒരെണ്ണം കട്ട് ചെയ്യാനും ആണ് കേട്ടോ. പിന്നെ ഇതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഈ ഒരു ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. 213 റുപ്പീസാണ് കേട്ടോ പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്കിത് എന്തായാലും യൂസ് ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ ഞാൻ ഈ ഒരു കവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ പവർ ബട്ടൺ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലൂ ലൈറ്റ് കത്തും. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആക്കിയ സമയത്ത് മിഡിലിൽ മാത്രം ചെറിയൊരു ഹോള് വന്നു. സെക്കൻഡ് ടൈം ആക്കിയപ്പോൾ മുഴുവനായിട്ടും സീലായിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ് കേട്ടോ. ജസ്റ്റ്
ഒരു 30 സെക്കൻഡ്സിൽ ഞാൻ സീൽ ചെയ്ത് കഴിഞ്ഞു. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി പ്രൊഡക്റ്റാണ്. പിന്നെ സെക്കൻഡ് സ്വിച്ച് വരുന്നത് ഈ കവർ കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൈസിന് ഭയങ്കര വർത്തായിട്ടുള്ള അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് നെക്സ്റ്റ് ഒരു പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു ക്രിങ്കിൾ കട്ടറാണ് കേട്ടോ. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നല്ല ക്വാളിറ്റിയിലാണ് ഇത് വന്നിട്ടുള്ളത്. നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഈ ഒരു ഷേപ്പിൽ, ഒരു വേവി ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ട്. പിന്നെ പ്രൈസ് പറയുകയാണെങ്കിൽ 143 റുപ്പീസ് പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഈ ഒരു പ്രൈസിന് നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഷാർപ്പാണ്. നമുക്ക് പൊട്ടറ്റോ ചിപ്സും അല്ലെങ്കിൽ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ലാതെ കുക്കുംബറും ഫ്രൂട്ട്സും ഒക്കെ ഇത് വെച്ച് കട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. കുറച്ചുകൂടി തിന്നായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചിപ്സിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ വരും.